എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. കൈരളി ഗ്രന്ഥശാല ഈ വർഷത്തെ വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായിട്ട് നടത്തുന്ന വായന അനുഭവങ്ങളെ പങ്കുവയ്ക്കൽ എന്നുള്ള പരിപാടിയിൽ എന്നെ കൂടി ഭാഗഭാക്കാക്കിയതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അവസരം തന്നതിന് കൈരളിയുടെ ഭാരവാഹികൾക്കുള്ള നന്ദി ഞാൻ ആദ്യമായി രേഖപ്പെടുത്തട്ടെ. ധാരാളം പുസ്തകങ്ങൾ, ആരാച്ചാർ, മോഹമഞ്ഞ, ഓർമ്മയുടെ ഞരമ്പ്, ആ മരത്തെയും മറന്നു ഞാൻ, മാലാഖയുടെ മറുക്, കരിനീല, ഘാതകൻ തുടങ്ങി ധാരാളം കഥകളും നോവലുകളും മലയാളത്തിന് സമ്മാനിച്ച് ഒട്ടനവധി പുരസ്കാരങ്ങളും അവാർഡുകളും അംഗീകാരങ്ങളും ഒക്കെ കരസ്ഥമാക്കിയിട്ടുള്ള ബഹുമാനിയായ KR മീര തന്റെ കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം അവര് പത്രപ്രവർത്തന രംഗത്ത് പ്രവർത്തിച്ചു. ഒരു പ്രമുഖ പത്രത്തിന്റെ ചീഫ് സബ് എഡിറ്റർ ആയിരിക്കെ അവര് ജോലി രാജിവെച്ച് മുഴുവൻ സമയ എഴുത്തിൽ മുഴുകിയ അവരുടെ കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ, വയലാർ അവാർഡ്, ഓടക്കുഴൽ അവാർഡ് ഒക്കെ കരസ്ഥമാക്കിയിട്ടുള്ള ആരാച്ചാർ എന്ന ഈ നോവലിന്റെ വായന അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്. പുസ്തക പരിചയമല്ല, ഈ പുസ്തകം ഞാൻ നിങ്ങളെ ആരെയും പരിചയപ്പെടുത്തേണ്ടതില്ല. പല എഡീഷനുകളായിട്ട് ഒരുപാട് ലക്ഷക്കണക്കിന് കോപ്പികൾ വിറ്റഴിഞ്ഞിട്ടുള്ള, ഒരുവിധം എല്ലാവരും വായിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ് ഇത് എന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നോവൽ എന്നുള്ള നിലയ്ക്കാണ് ഇതിന്റെ വായനാനുഭവം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. കൽക്കത്തയാണ് ഈ നോവലിന്റെ പശ്ചാത്തലം. 2018 അന്ന് ഞങ്ങളുടെ മൂത്ത മകൻ കൽക്കത്തയിൽ ജോലി ചെയ്യുന്ന സമയത്ത് അവന്റെ കൂടെ കുറച്ച് ദിവസം താമസിക്കാനും സ്ഥലങ്ങൾ കാണാനും ഒക്കെ ആയിട്ട് ഞങ്ങൾ കൽക്കത്തയിൽ എത്തിയപ്പോൾ ഒരു ദിവസം അവൻ ഈ പുസ്തകം എടുത്തിട്ട് എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, അമ്മ കൽക്കത്തയിൽ ഇരുന്നുകൊണ്ട് വായിക്കേണ്ട ഒരു പുസ്തകമാണ് ഇത്. അതുപോലെ തന്നെ ഡൽഹിയിൽ ചെന്നപ്പോഴും അവൻ M. മുകുന്ദന്റെ ഡൽഹി ഗാഥകൾ, ഈ 2 പുസ്തകവും എനിക്കായിട്ട് കാത്തുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞത്, ഈ പുസ്തകം വായിച്ച് അമ്മ ഇതിൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ നോട്ട് ചെയ്യണം, അതുപോലെ തന്നെ ഗംഗയുടെ ഘാട്ടുകൾ അവയുടെ പേരുകളൊക്കെ ഒന്ന് കുറിച്ച് വെക്കണം, അതിനുശേഷം അറിഞ്ഞുകൊണ്ട് നമുക്ക് ഈ സ്ഥലങ്ങളൊക്കെ പോയി കാണണം എന്നാണ് അവൻ പറഞ്ഞത്. അങ്ങനെ ഞാൻ 2 ദിവസം കൊണ്ട് ഈ പുസ്തകം അങ്ങനെ 2 ദിവസം കൊണ്ട് ഈ പുസ്തകം ഞാൻ ആദ്യമായിട്ട് വായിച്ചു. അതിനുശേഷവും ഞാൻ ഈ പുസ്തകം വായിക്കുകയുണ്ടായിട്ടുണ്ട്. അങ്ങനെ 2018 2 പ്രാവശ്യമായിട്ട് 2 മാസത്തെ കൽക്കത്ത മാസത്തിനിടയിൽ ഇതിൽ പറയപ്പെട്ട സ്ഥലങ്ങളൊക്കെ പശ്ചാത്തലമാക്കിയിട്ടുള്ള ഈ നോവല് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായി. ഇനി നോവലിലേക്ക് വന്നാൽ, പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കുലത്തൊഴിലാക്കിയിട്ടുള്ള ഒരു ആരാച്ചാർ കുടുംബത്തിലെ തൻ്റെ പിതാമഹന്മാരുടെയും പ്രപിതാമഹന്മാരുടെയും ഈ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീരശൂര പരാക്രമങ്ങള് തൻ്റെ അച്ഛനിൽ നിന്ന് കേട്ടും അതിന്റെ ജീവിച്ചിരിക്കുന്ന തെളിവുകളായിട്ട് അവളുടെ വീടിന്റെ ചുമരുകളിൽ തൂങ്ങിക്കിടക്കുന്ന ചില്ലിട്ട ചിത്രങ്ങളും വാർത്തകളും ഒക്കെ കണ്ടും വളർന്ന ചേതന വൃദ്ധ മല്ലിക് എന്ന 22 വയസ്സുകാരിയാണ് ഈ നോവലിലെ കേന്ദ്ര കഥാപാത്രം. എല്ലാ ദിവസവും നിത്യേന അവളുടെ വീടിന് പടിക്കലൂടെ അനേകം ശവവണ്ടികള് നീംതല ഘാട്ടിലേക്ക് പോകുന്നത് കണ്ടും ആ വണ്ടികളുടെ മണിയടി ശബ്ദം കേട്ടും ഗംഗയിൽ വിലയം പ്രാപിക്കാനായിട്ട് ആ ശവശരീരങ്ങൾ ചിതയിലെരിയുമ്പോൾ അവയുടെ രൂക്ഷഗന്ധം ശ്വസിച്ചും പഴകി പൊട്ടിപ്പൊളിഞ്ഞ ആ വീട്ടില് തൻ്റെ അച്ഛനമ്മമാരോടും മുത്തശ്ശിയോടും കൈകാലുകള് അറുത്തു മാറ്റപ്പെട്ട നിലയില് ഒരു മാംസപിണ്ഡമായിട്ട് കഴിയുന്ന തൻ്റെ സഹോദരനോടുമൊപ്പം കൊടിയ ദാരിദ്ര്യത്തിൽ ജീവിക്കുമ്പോഴും ജീവിതത്തെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ നെയ്തു കൂട്ടിയ സുന്ദരിയും അതിബുദ്ധിമതിയുമായിട്ടുള്ള ആ പെൺകുട്ടി ഭാരതത്തിലെ എന്നല്ല ലോകത്ത്
ഒരു സ്ത്രീയും ആഗ്രഹിക്കാത്ത ഒരു തൊഴിൽ മേഖലയിൽ, അവളുടെ കുലത്തൊഴിലില്, ആരാച്ചാരിന്റെ തൊഴിലില് അവൾ ഒട്ടും തന്നെ ആഗ്രഹിക്കാതെ പ്രതീക്ഷിക്കാതെ എത്തിപ്പെടുകയാണ്. ചേതനയുടെയും അവളുടെ അച്ഛൻ ആരാച്ചാരായിട്ടുള്ള ഫണി ഭൂഷൺ റുദ്ദ മല്ലിക്കിന്റെയും ആത്മസംഘർഷങ്ങളിലൂടെയാണ് ഈ നോവൽ ആരംഭിക്കുന്നത് തന്നെ. ഒരു ദിവസം അപ്രതീക്ഷിതമായിട്ട് അവളുടെ വീട്ടില് കയറി വന്ന സുന്ദരനായ പത്രപ്രവർത്തകൻ സഞ്ജീവ് കുമാർ മിത്ര, അയാളിൽ അവൾ തന്റെ ഭാവി വരനെ ദർശിക്കുകയാണ്. അയാൾ അടുത്ത് നിന്നപ്പോ അവൾക്ക് തോന്നിയ വികാരം, അവളുടെ സിരകളിലോടിയ ആ വൈദ്യുതി, ആ തരംഗം, അതാണ് പ്രണയം അല്ലെങ്കിൽ പ്രേമം എന്ന് അവൾ മനസ്സിലാക്കുമ്പോഴും അയാൾക്ക് തിരിച്ച് അവളോടുള്ളത് അവളുടെ ശരീരത്തോടുള്ള കാമം മാത്രമാണെന്ന് അവൾ മനസ്സിലാക്കുകയാണ്. അത്തരമൊരു പ്രവൃത്തി അയാളിൽ നിന്നുണ്ടാകുമ്പോൾ അവളിലെ സ്ത്രീത്വം അപമാനിക്കപ്പെടുന്നു. തന്റെ ഇടതുമാറിലെ വിങ്ങൽ ഒരു കനലായിട്ട് അവൾ എന്നും മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അടുത്ത നിമിഷം തന്നെ അയാളുടെ ചാനലില് പ്രദർശിപ്പിച്ചിട്ട് റേറ്റിംഗ് കൂട്ടാനായിട്ട് മാംസപിണ്ഡമായിട്ട് കിടക്കുന്ന തന്റെ സഹോദരന്റെ ചിത്രങ്ങൾ എടുക്കാൻ അയാൾ തുനിയവേ ലക്ഷങ്ങൾ വില വരുന്ന ക്യാമറ അവള് തട്ടിത്തെറിപ്പിക്കുന്നു. ആ സമയത്ത് അവളുടെ അടുത്ത് വന്ന് അവളുടെ കണ്ണുകളിൽ നോക്കിയിട്ട് അവൾക്ക് മാത്രം കേൾക്കാൻ പാകത്തിൽ അവള് ആക്രോശിക്കുന്നുണ്ട്, ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ദിവസം ഞാൻ നിന്നെ ആസ്വദിക്കും. കറുത്ത കണ്ണടയാൽ മറയ്ക്കപ്പെട്ടിട്ട് പോലും അയാളുടെ കണ്ണുകളിലെ അഗ്നി അവിടെ ദഹിപ്പിക്കുന്നുണ്ട്. പക്ഷെ പിന്നീട് ഈ നോവലിൽ തന്നെ ഒരിടത്ത് ഇതേ വാചകം അവൾ അയാളോട് തിരിച്ചു പറയുന്നുണ്ട്, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എനിക്ക് നിങ്ങളെ ആസ്വദിക്കണം. വേണമെങ്കിൽ അവൾക്ക് അയാളിൽ നിന്ന് രക്ഷപ്പെടാമായിരുന്നു. പക്ഷെ ഒരിക്കലും അവളത് ചെയ്യുന്നില്ല. അവള് അയാൾക്കായിട്ട് തന്റെ മനസ്സില് ഒരു കുരുക്കുണ്ടാക്കുകയാണ്, ഒരു കയർ കുരുക്ക്. കൃത്യമായിട്ട് തൊണ്ടക്കുഴിയില്, കഴുത്തില് 2-3 കശേരുക്കൾക്കിടയില് മുറുക്കാൻ പാകത്തില് ഒരിഞ്ച് കുറവോ കൂടുതലോ ഇല്ലാതെ അവള് മനസ്സുകൊണ്ട് അളന്നെടുത്ത ഒരു കുരുക്ക്. അതായത് അവളുടെ മുത്തശ്ശി ധാക്കുമ അവൾക്ക് ഈ ജോലി കിട്ടിയപ്പോൾ അവളോട് പറഞ്ഞിട്ടുണ്ട്, അവരുടെ ഈ കുലത്തൊഴിലിൽ വളരെയധികം അഭിമാനിക്കുന്ന ഒരു സ്ത്രീയാണ്. അവര് പറയുന്നത് മറ്റേതൊരു തൊഴിലും പോലെ തന്നെയാണ് ഈ തൊഴിലും, അഥവാ ഒരു പടി ഉയർന്ന തൊഴിലാണ്. കാരണം ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയില് നീതിന്യായ വ്യവസ്ഥ പാലിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതിന്റെ അവസാനം ഒരാളുടെ മരണമാണെങ്കിൽ അത് നമ്മുടെ കുറ്റമല്ല, നമ്മൾ അതിനൊരു ഉപകരണം മാത്രം. പക്ഷെ ഒരു കാര്യം മാത്രം നീ ശ്രദ്ധിക്കണം, അതായത് നമ്മുടെ ജീവൻ ഇരിക്കുന്നത് ഈ തൊണ്ടക്കുഴിയില്, കഴുത്തിലെ 2-3 കശേരുക്കൾക്കിടയ്ക്കുള്ള ഞരമ്പിലാണ്. കൃത്യമായിട്ട് അവിടെ നീ കുടുക്കിടണം, എന്നാലേ പെട്ടെന്ന് മരണം സംഭവിക്കുള്ളൂ. അങ്ങനെ അനായാസമായിട്ടുള്ള ഒരു മരണം നീ അയാൾക്ക് കൊടുക്കണം. അത് മാത്രമാണ് ശ്രദ്ധിക്കാനുള്ളത് എന്ന് മുത്തശ്ശി അമ്മൂമ്മ അവളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ അളന്ന് മുറിച്ച് മനസ്സുകൊണ്ട് അളന്നിട്ട് അയാൾക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ട് അവളൊരു കുരുക്കുണ്ടാവും. നമുക്കൊരു വിരോധാഭാസമായിട്ട് പലപ്പോഴും തോന്നുന്ന ഒരു കാര്യം, ഈ നോവൽ വായിക്കുമ്പോൾ പല രാത്രികളിലും അവള് അയാളെ സങ്കല്പിച്ച് അയാളുടെ കഴുത്തിൽ ഈ കുടുക്ക് ഇടുകയും അഴിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഹൃദയത്തിന്റെ ഒരു ഭാഗം കൊണ്ട് അവൾ അയാളെ വല്ലാതെ സ്നേഹിക്കുന്നു, പ്രേമിക്കുന്നു, വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. അയാളുടെ കൈ പിടിച്ച് കൽക്കത്തയിലെ തെരുവുകളിലൂടെ നടക്കുന്നത് അവള് സ്വപ്നം കാണുന്നുണ്ട്. എന്തായാലും തന്റെ വീട്ടിലെ ദാരിദ്ര്യവും കഷ്ടപ്പാടും ഒക്കെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് യതീന്ദ്രനാഥ് ബാനർജി എന്ന കുറ്റവാളിയുടെ വധശിക്ഷ നടപ്പാക്കാൻ ഉള്ള ദൗത്യം അവളുടെ അച്ഛന്റെ പ്രേരണയോട് കൂടിയിട്ട് അവൾ ഏറ്റെടുക്കുകയാണ്. ഈ നോവലിന്റെ 19ാം അധ്യായം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ ചേതന റുദ്ദ മല്ലിക്, ഭാരതത്തിന്റെ അല്ല മുഴുവൻ ലോകത്തിന്റെയും സ്ത്രീ ശക്തിയുടെയും സ്വാഭിമാനത്തിന്റെയും പ്രതീകം. യതീന്ദ്രനാഥ ബാനർജിയെ തൂക്കിക്കൊല്ലാനുള്ള ഉത്തരവ് കൈപ്പറ്റിയത് മുതൽ ആ തൂക്കിക്കൊല നടക്കുന്നത് വരെയുള്ള കുറഞ്ഞ ദിവസങ്ങളിലുള്ള സംഭവ വികാസങ്ങളാണ് 552 പേജുള്ള ഈ നോവലിന്റെ കാതല്. എന്നിരുന്നാലും അതിന്റെ സംഘർഷഭരിതമായ ഭൂതകാലത്തിന്റെ സ്മൃതികളും അതുപോലെ തന്നെ
വരാൻ പോകുന്ന ഭാവിയിലെ കുറിച്ചുള്ള വിചാരങ്ങളെ, പിന്നെ കൽക്കത്തയിലെ അന്നത്തെ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക പശ്ചാത്തലങ്ങള്, ബംഗാൾ വിഭജനം, പലായനത്തിന്റെ കഥകള്, കൂട്ടക്കുരുതികള്, പട്ടിണി, ദാരിദ്ര്യം, മരണങ്ങള്, അതുപോലെ തന്നെ കൽക്കത്തയിലെ റെഡ് സ്ട്രീറ്റ് ആയിട്ടുള്ള സൊനാഗച്ചി, ഈ ഒരു സമയത്ത് തൂക്കിക്കൊല അനിവാര്യമാണോ, നടപ്പാക്കേണ്ടതുണ്ടോ എന്നുള്ള രീതിയിൽ വിവിധ ചാനലുകളിലും വിവിധ തലങ്ങളില് വിവിധ സംഘടനകള്, മതസംഘടനകള്, രാഷ്ട്രീയ പാർട്ടികള് ഒക്കെ നടത്തുന്ന ചർച്ചകള്, തൂക്കിക്കൊലയുടേതായിട്ടുള്ള ഒരു രീതിശാസ്ത്രം, അത് നടപ്പാക്കേണ്ട രീതി, തൂക്കുമരം, തൂക്കിക്കൊല. ഞാന് എവിടെയോ വായിച്ചിട്ടുണ്ട്, അതായത് നമ്മളെല്ലാവരും മരിക്കേണ്ടവരാണ്, ആ ഒരു മരണചിന്തയോടുകൂടിയാണ് നമ്മൾ എന്നും ജീവിക്കേണ്ടതെന്ന്. പക്ഷെ നമുക്കറിയാം ആ ചിന്തയൊന്നും, മരണത്തെക്കുറിച്ചുള്ള ചിന്തയൊന്നും ജീവിച്ചിരിക്കുമ്പോൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തെയോ ജീവിത രീതികളെയോ അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തിയെയോ സ്വഭാവത്തെയോ പെരുമാറ്റ രീതിയോ ഒന്നും സ്വാധീനിക്കാറില്ല, നമുക്കറിയാം. പക്ഷേ 2 ദിവസം കഴിഞ്ഞ് ഞാൻ മരിച്ചു പോകുമെന്ന് ഞാൻ ഇന്ന് അറിയുകയാണെങ്കിൽ ആ അടുത്ത 2 ദിവസം ഞാൻ ജീവിക്കുന്ന ഒരു ജീവിതം ഉണ്ടല്ലോ, അതാണ് യഥാർത്ഥ ജീവിതം. അതിനെ ഓർമ്മിപ്പിക്കുമാറ് പ്രസിഡന്റിന്റെ ഹർജിയൊക്കെ തള്ളിയതിനു ശേഷമാണ് ഇയാളെ തൂക്കിക്കൊലയ്ക്ക് വിധേയമാക്കാൻ തൂക്കുമരത്തിനടിയിൽ എത്തിക്കുക എങ്കിൽ പോലും കറുത്ത തുണി കൊണ്ട് മുഖം മൂടുന്ന സമയത്ത് തൂക്കുപുള്ളി ആരാച്ചാരുടെ കണ്ണുകളിൽ നോക്കുമത്രേ. ആ നോട്ടത്തിനൊരർത്ഥമുണ്ട്. നന്നായി ജീവിക്കാൻ, എത്ര വലിയ കുറ്റവാളിയാണെങ്കിലും നന്നായി ജീവിക്കാൻ എനിക്കൊരവസരം തന്നുകൂടെ, തിരിച്ചു നോക്കുമ്പോ എനിക്കൊന്നും ചെയ്യാനില്ല, ഞാനൊരു ഉപകരണം മാത്രം. ഇത്രയും കാര്യങ്ങളൊക്കെ കൂടി ചേരുമ്പോ ഈ നോവല് വലിയൊരു ക്യാൻവാസ് ആയിട്ട് മാറുകയാണ്. അതിനു പുറമെ ഇതിൽ ഒരുപാട് സ്ത്രീ കഥാപാത്രങ്ങളുണ്ട്. ഉൽപ്പലവർണ്ണ, അന്നപൂർണ, ത്രൈലോക്യ ദേവി, ചിന്മയി ദേവി, ബീഗം റുഖിയ, ഇവരുടെയൊക്കെ ഉപകഥകള്, അതുപോലെ ആരാച്ചാരുടെ കുടുംബ ചരിത്രമായിട്ട് ബന്ധപ്പെട്ട കഥകള്, കുടുംബ കഥകള്, ഇതെല്ലാം തന്നെ വളരെ തന്മയത്വത്തോടു കൂടി മീര ഇതിൽ ഉൾച്ചേർത്തിട്ടുണ്ട്. കൂടാതെ പ്രണയത്തിന്റെ വിവിധ തലങ്ങളെക്കുറിച്ചും ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. അങ്ങനെ യതീന്ദ്രനാഥ് ബാനർജിയെ തൂക്കിക്കൊല്ലാനുള്ള ആ ദിവസം വന്നെത്തുകയാണ്. ഒരു വലിയ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടത് കാരണം അവളുടെ അച്ഛന് അവിടെ അതിൽ പങ്കെടുക്കാനുള്ള അനുമതി സർക്കാർ കൊടുക്കുന്നില്ല. അങ്ങനെ അവൾ ഒറ്റയ്ക്ക് ഈ തൂക്കിക്കൊല നടപ്പാക്കേണ്ടി വരികയാണ്. പുലർച്ചെ വളരെ കുറഞ്ഞ സമയം എടുത്തിട്ട് അവളുടെ മുത്തശ്ശി പറഞ്ഞ പോലെ തന്നെ അവളെ ഇതിൻ്റെതായിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും, ആളെ തൂക്കുമരത്തിൽ ചുവട്ടിലെത്തി പ്ലാറ്റ്ഫോമിൽ എത്തിക്കുന്നു, കൈകാലുകള് ബന്ധിക്കുന്നു, കൃത്യമായിട്ട് 2-3 കശേരുക്കൾക്കിടയിൽ കുടുക്കിടുന്നു, മുഖം മൂടി ധരിപ്പിക്കുന്നു, അത് കഴിഞ്ഞ് ലിവർ വലിക്കുന്നു. അങ്ങനെ സെക്കൻഡുകൾക്കുള്ളിൽ അവൾ ആ കൃത്യം വളരെ കൈയടക്കത്തോടു കൂടി നിർവഹിക്കുകയാണ്. ഇത് കണ്ടു നിന്നിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക്, ജയിൽ IG, അവർക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. 22 വയസ്സുള്ള ഒരു പെൺകുട്ടി ആദ്യമായിട്ട് ഈ കൃത്യം നിർവഹിക്കുന്ന കുട്ടിയാണ് ഇങ്ങനെ ഇത്ര കൈയടക്കത്തോടു കൂടി ചെയ്തത് എന്നുള്ളത്. ഒരുപാട് കാലമായിട്ട് ഈ തൊഴിൽ ചെയ്യുന്ന ഒരാളുടെ വൈദഗ്ധ്യത്തോടു കൂടിയാണ് അവളത് നിർവഹിച്ചത്. ഒരു പക്ഷേ നമ്മൾ ഈ നോവല് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിനുള്ള മനക്കെട്ടി അവൾക്ക് കിട്ടിയത് ഈ ദിവസങ്ങളില് അവളെ ഏറ്റവും സ്നേഹിച്ചിരുന്ന, അവൾ ആദ്യം ഇഷ്ടപ്പെട്ട പുരുഷൻ, അയാള് സഞ്ജീവ് കുമാർ മിത്ര, അയാളുടെ ചാനലിലൊരു പരിപാടിയിൽ ഇവളുമായിട്ട് കരാറുണ്ടാക്കുന്നുണ്ട്. എല്ലാ ദിവസവും അവൾ അവിടെ എത്തുന്നുണ്ട്. ആ പരിപാടിക്ക് ഇടയിലും ആ ദിവസങ്ങളിലും അയാളിൽ നിന്ന് കിട്ടുന്ന തിക്ത അനുഭവങ്ങളാണ് അവൾക്ക് ഇത്രയും മനക്കെട്ടി കൊടുത്തതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മള് സാധാരണ പറയാറുണ്ട്, വീടുകളിലെ അച്ഛന്മാർക്ക് പെൺമക്കളോട് കുറച്ച് സ്നേഹവും അടുപ്പവും വാത്സല്യവും ഒക്കെ കൂടുന്നുള്ളത്. ഈ കഥയിലും അങ്ങനെ ഒരു സന്ദർഭമുണ്ട്. തുടക്കത്തില് എത്ര പരിക്കനാണെങ്കിലും ആരാച്ചാരാണെങ്കിലും അയാളിലെ അച്ഛൻ തന്റെ മകളെ ഓർഡർ ഒപ്പിട്ട് വാങ്ങിയപ്പോ അവളുടെ മൃദുവായ കൈകളിൽ നോക്കിയിട്ട് അയാൾ ആശങ്കപ്പെടുന്നുണ്ട്, എന്റെ മോൾക്ക് ഈ കൃത്യം നിർവഹിക്കാനുള്ള കരുത്തുണ്ടാവുമെന്ന്. പക്ഷെ എല്ലാ ആശങ്കകളെയും അതിജീവിച്ചുകൊണ്ട് അവള് വളരെ ഭംഗിയായിട്ട് ആ കൃത്യം നിർവഹിക്കും. ഇതിന്റെ ഇടയിൽ ഈ തൂക്കിക്കൊലയ്ക്ക് മുമ്പുള്ള 2 ദിവസങ്ങളിലെ സംഭവങ്ങള്
ആലങ്കാരികമായിട്ട് പറയുകയാണെങ്കിൽ വികാര വിക്ഷോഭങ്ങളോടെ അല്ലാതെ നമുക്ക് വായിക്കാൻ പറ്റില്ല. നമ്മുടെ നെഞ്ചടയ്ക്കും എത്ര പ്രാവശ്യം നമ്മൾ വായിച്ചാലും. അതായത് യതീന്ദ്രനാഥ് ഇവളെ കാണണമെന്ന് ആവശ്യപ്പെടുന്നതും അവള് ചെല്ലുന്നതും, ചെന്നപ്പോ എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കുവോ എന്ന് ചോദിക്കുന്നതും, അതുപോലെ അവസാനത്തെ ആഗ്രഹം ചേതനയോട് പറയുന്നതും, ആരാണ് നിങ്ങളുടെ ബോഡി ഏറ്റുവാങ്ങാൻ വരിക എന്ന് ചോദിക്കുമ്പോൾ എന്റെ ശത്രുവും മിത്രവും എന്റെ സുഹൃത്തും ബന്ധുവും എല്ലാം നീ തന്നെയാണ് എന്ന് പറയുന്നതും, അവൾ അയാളെ ആ മുഖപടം അണിയിക്കുന്ന സമയത്ത് ജ്യേഷ്ഠ എന്നോട് ക്ഷമിക്കൂ എന്ന് പറയുന്നതും, തിരിച്ച് മകളെ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്നതൊക്കെ ആയിട്ടുള്ള രംഗങ്ങള് നമുക്ക് എത്ര വായിച്ചാലും വീണ്ടും വായിക്കുമ്പോഴും നമുക്കൊരു നെഞ്ചിടിപ്പോടെ അല്ലാതെ അത് വായിച്ചു തീർക്കാൻ കഴിയില്ല. അങ്ങനെ ആ സംഭവമൊക്കെ കഴിഞ്ഞു. അയാളുടെ അന്ത്യ ചടങ്ങുകളിലൊക്കെ അവൾ പങ്കെടുക്കുന്നുണ്ട്. ആത്മശാന്തിക്ക് വേണ്ടി അവൾ പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് സഞ്ജീവ് കുമാർ മിത്ര അതിനു മുമ്പ് തന്നെ അയാളുടെ ചാനലിന്റെ റേറ്റിംഗ് കൂട്ടാനുള്ള പരിപാടിയാണ്. യതീന്ദ്രനാഥിന്റെ തൂക്കിക്കൊല പുനരാവിഷ്കരിക്കാനായിട്ട് അയാളുടെ ചാനൽ ഫ്ലോറില് സ്റ്റുഡിയോയിൽ ചില ഒരുക്കങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. കൃത്രിമമായിട്ട് തയ്യാറാക്കിയ തൂക്കുമരം അവിടെ ഉണ്ട്. അവിടേക്ക് ചേതനയെ എത്തിക്കുകയാണ്. അവള് വളരെ തന്ത്രപൂർവം കൃത്യമായിട്ട് അയാളുടെ 2-3 കശേരുക്കൾക്കിടയില് ആ കുടുക്കിടാണ്. അവളുടെ അന്ത്യനിമിഷങ്ങളെ അയാളുടെ അന്ത്യനിമിഷങ്ങളെ അവൾ അനുഭവിച്ചറിയുന്നത് ഇങ്ങനെയാണ്. അതായത് വെള്ളം നിറച്ച ഒരു പ്ലാസ്റ്റിക് ബാഗ് അമർത്തി പിടിച്ചാൽ എന്ന പോലെ അയാളുടെ ജീവൻ പല വഴിക്ക് പുറത്തു ചാടാൻ ശ്രമിച്ചു എന്നാണ്. അയാളുടെ കണ്ണുകളെ വാളുകൾ പോലെ പുറത്തേക്ക് ഉന്തി വന്നു, നാവ് പുറത്തേക്ക് നീണ്ടു, കൈകൾ ശരീരത്തോട് ചേർത്ത് തുടകൾ മാന്തി പൊളിച്ചു. അങ്ങനെ അപമാനിക്കപ്പെട്ട സ്ത്രീത്വത്തിന്റെ പേരില് ആരാച്ചാർ അവളുടെ ജന്മദൗത്യം നിറവേറ്റാണ്. ഈ നോവൽ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: ഈ ലോകം എന്താണോ എനിക്ക് തന്നത് അത് ഞാൻ ഈ ലോകത്തിന് തിരിച്ചു കൊടുത്തു. അങ്ങനെ മണ്ണിന്റെയും മരണത്തിന്റെയും പ്രണയത്തിന്റെയും പേരില് ഞാൻ എൻ്റെ നാമവും എൻ്റെ ജീവിതവും ഭാരതത്തിൽ എന്നല്ല ലോകത്തിൽ മുഴുവൻ അനശ്വരമാക്കി. ഒരാളും എന്നെ തടയില്ല എന്നെനിക്കറിയാം. മണ്ണും മഴയും പ്രകൃതിയും പ്രകാശവും പ്രപഞ്ചവും എന്നെ കാത്തുനിന്നു എന്നാണ്. ആരാച്ചാർ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് തന്നെ മരണം ചേതനയുടെ വീട്ടിലെ ഒരു നിത്യ സംസാര വിഷയമായിരുന്നു. എന്നാൽ അവള് പ്രണയത്തെക്കുറിച്ച് കൂടുതൽ അടുത്തറിയാൻ ശ്രമിച്ചപ്പോ ഭൂമിയിൽ മരണത്തെക്കാൾ അനിശ്ചിതത്വം പ്രണയത്തിനാണ് എന്നവള് തിരിച്ചറിയാണ്. ഇതാണ് എന്റെ ദൈവം എന്ന് പറഞ്ഞ് ഉയർത്തിപ്പിടിക്കാൻ ഒരാളെയും എനിക്ക് കിട്ടിയില്ല. എല്ലാവരും എന്നോട് ആരാധന ആവശ്യപ്പെട്ടു, പക്ഷെ ആരാധന അർഹിക്കുന്നവരായിട്ട് ആരെ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാണ് ചേതന പറയുന്നത്. ഒരുപാട് കോട്ട്സ്, എന്താ പറയാ, ഉദ്ധരണികൾ അങ്ങനെ പറയാൻ പറ്റുമോ എന്ന് അറിയില്ല. നമ്മുടെ മനസ്സിൽ കൊത്തിവെക്കപ്പെടേണ്ടതായിട്ടുള്ള ഒരുപാട് ലോക തത്വങ്ങള്, അത് ജീവിതത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചും ഒക്കെ നമുക്ക് ഈ നോവലിൽ കാണാൻ പറ്റും. ഓർമ്മകളാണ് മനുഷ്യന്റെ കവചം. ആരുടെയെങ്കിലും ഒക്കെ മരണം എല്ലാവർക്കും ആവശ്യമുണ്ട് സ്വന്തം അധികാരം അടയാളപ്പെടുത്താൻ. അതുപോലെ മരണത്തെക്കുറിച്ച് ജീവന്റെ ഘടികാരം പിന്നോട്ട് ചലിക്കാൻ തുടങ്ങുമ്പോഴാണ് മരണം സംഭവിക്കുന്നത്. പിടിവിട്ടു പോകാൻ കൂട്ടാക്കാത്ത ആത്മാക്കള് നമ്മളെ മുറുക്കി പിടിക്കുമ്പോൾ ജീവനുള്ളവരുടെ സമനില തെറ്റും. അതുപോലെ സ്നേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പുരുഷനെ അവനെ ആഹ്ലാദിപ്പിക്കുന്നവരെ മാത്രമേ സ്നേഹിക്കാൻ പറ്റൂ. നേരെ മറിച്ച് സ്ത്രീക്ക് അവളെ ദ്രോഹിക്കുന്നവരെയും സ്നേഹിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. അതുപോലെ പറയാൻ നമ്മൾ എന്തെങ്കിലുമൊക്കെ ബാക്കി വെച്ചാലേ ഇനിയും പറയാനുണ്ട് എന്നുള്ള നിലയ്ക്ക് മനുഷ്യര് നമ്മളെ ബഹുമാനിക്കുകയുള്ളൂ. ഇങ്ങനെ ഒരുപാട് തത്വങ്ങൾ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. പക്ഷെ എനിക്ക് ഏറ്റവും എൻ്റെ മനസ്സിൽ തട്ടിയ അതൊരു ഉപദേശമാണ് അവളുടെ ദാക്കുമ സഞ്ജീവ് കുമാർ മിത്രയായിട്ട് അവൾ പരിചയപ്പെട്ടപ്പോ ദാക്കുമ അവൾക്ക് കൊടുക്കുന്ന ഒരു ഉപദേശമാണ്. അയാളുടെ ചാനലിൽ ചർച്ചകളിൽ പങ്കെടുക്കുമ്പോഴും അല്ലാത്ത സമയത്തൊക്കെ എപ്പോഴും അവളുടെ മനസ്സിൽ അത് പൊങ്ങി വരാറുണ്ട്. അതായത് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ വളയുന്നുണ്ടെങ്കിൽ കുനിയുന്നുണ്ടെങ്കിൽ അത് വേറൊരിടത്ത് നിവർന്നു നിൽക്കാൻ വേണ്ടി മാത്രമായിരിക്കണം എന്നാണ്.
അത് ഒരുപാട് തത്വങ്ങളുള്ള നമ്മൾ എല്ലാവരും, സ്ത്രീ എന്ന് മാത്രമല്ല എല്ലാവരും ഓർക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണതെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും KR മീരയുടെ തൂലികയിൽ നിന്ന് വിരിഞ്ഞ ഈ ഒരു സൃഷ്ടി, ഈ നോവൽ ഏറ്റവും മഹത്തരമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഇതിലെ പ്രമേയത്തിന്റെ പ്രത്യേകത കൊണ്ടും അവതരണ രീതി കൊണ്ടും ഒക്കെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഈ നോവല് നമ്മൾ ഒരു വട്ടം വായിച്ചാൽ പല ആവർത്തി നമ്മൾ വായിക്കും. എല്ലാവരും വായിച്ചിരിക്കേണ്ടതാണ്. എൻ്റെ കുട്ടിക്കാലത്തേക്കൊരു വായന അനുഭവം പറയുകയാണെങ്കിൽ, വീട്ടിയുടെ കാര്യം പറഞ്ഞ പോലെ ശർക്കരയും പഞ്ചസാരയൊക്കെ പൊതിഞ്ഞ് കൊണ്ടുവന്ന പേപ്പർ നിവർത്തി വായിച്ചിരുന്ന ഒരു അനുഭവമാണ്, പ്രത്യേകിച്ച് LP ക്ലാസ്സുകളിൽ. അന്ന് നമ്മുടെ പാഠപുസ്തകങ്ങൾക്ക് പുറമെ അധിക വായനാ സാമഗ്രികളോ മറ്റു ഉപാധികളോ ഒന്നും തന്നെ നമുക്കില്ലാത്തൊരു കാലഘട്ടമാണ്. പൊതി തന്നെ തേക്കിൻ്റെ പൊതികളായിട്ട് വീട്ടിലെത്തിയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അത് കഴിഞ്ഞ് ജോലിയൊക്കെ കിട്ടിയിട്ട്, അന്നും തന്നെ വായനയോടൊരു പ്രേമമൊക്കെ ഉണ്ടായിരുന്നു, സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു. ജോലി കിട്ടിയിട്ട് വായിക്കാൻ സമയമില്ലല്ലോ എന്ന് വിചാരിച്ചിരുന്ന സമയങ്ങളുണ്ട്. കുറച്ചുകൂടെ സമയം ഉണ്ടെങ്കിൽ വായന ഒന്നുകൂടെ ഉഷാറാക്കായിരുന്നു. പക്ഷെ റിട്ടയർ ചെയ്തിട്ട് കഴിഞ്ഞ ഒരു വർഷത്തില് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ആ കാര്യത്തില്, വായനയുടെ കാര്യത്തില് ഞാൻ ഒരുപാട് പിറകോട്ട് പോയി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചില പുസ്തകങ്ങളൊക്കെ വായിക്കാറുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ ഒരു നല്ല വായനക്കാരിയോ പരന്ന വായനക്കാരിയോ അല്ലാത്ത എൻ്റെ ഈ ഉദ്യമത്തിൽ വന്നിട്ടുള്ള പിഴവുകളെ സദയം ക്ഷമിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ നന്ദി.